വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്നലെയായിരുന്നു ഈസ്റ്റർ സ്പെഷ്യലായ ദിവസം. ലാലേട്ടൻ നല്ല പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വൈറ്റ് ബേസ്ഡ് ആയിരുന്നു. വൈറ്റ്, ഹൻസിബ മാത്രം ഗ്രീൻ ആൻഡ് ശ്രീതു മാത്രം ബ്ലാക്ക് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇവര് വന്നതും ലാലേട്ടൻ ഫസ്റ്റ് തന്നെ നല്ല ഹാപ്പി എപ്പിസോഡായിരുന്നു ഇന്നലത്തെ മൊത്തം. ഫസ്റ്റ് തന്നെ ഗബ്രീന്റെ അടുത്ത് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോൾ ഹി എക്സ്പ്ലെയിൻഡ് വാട്ട് ഹി യൂസ് ടു ഡു. അത് അവർക്കൊരു മെമ്മറി ആണല്ലോ. പിന്നെ കേക്ക് കട്ടിങ്ങും ഈസ്റ്റർ എഗ്സ് ഒക്കെ കൊടുത്തു എല്ലാവർക്കും. ഒരു ഉന്മേഷമാവട്ടെ എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ ടീം വക കേക്ക് കട്ടിങ് ആൻഡ് ഈസ്റ്റർ എഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗബ്രിയുടെയും ശരണ്യയുടെയും ഡാൻസ്. മോഹം കൊണ്ടാൽ ഇന്നേത് പെണ്ണും പോലെ എന്ന ഡാൻസ്. ഞാൻ പാടുന്നത് ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം, എന്നാലും കേട്ടുള്ളൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് നടന്നത് സ്കിറ്റ് ബോസമ്മ. ഈ ബോസമ്മ വീട്ടിൽ ഒരാൾ പറഞ്ഞ കേൾക്കുന്നില്ല. അത് അവർ കുറെ പേര് ഇമിറ്റേറ്റ് ചെയ്തു. ശ്രീരേഖ ഇമിറ്റേറ്റഡ് രതീഷ്, ശ്രീതു ഇമിറ്റേറ്റഡ് ജാൻമണി, പിന്നെ അപ്സര കാണിച്ചത് ജാസ്മിനെ. അങ്ങനെ ഇവര് പിന്നെ അസീറോക്കിനെ നമ്മുടെ ഋഷി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രി ജിൻറ്റോനിയും കാണിച്ചു. നന്നായിരുന്നു. ഇറ്റ്സ് ക്യൂട്ട്. അവിടുത്തെ നടന്ന ഒരു നല്ല വലിയൊരു സംഭവത്തിനെ ഒരു ക്യൂട്ടായിട്ടൊരു സ്കിറ്റായിട്ട് കാണിച്ചു. അത് നന്നായിരുന്നു. അതിനുശേഷം നമ്മളുടെ ജിൻജാൻ, ലാലേട്ട പേര് കൊടുത്തല്ലോ, ജിൻടോ ആൻഡ് ജാൻമണി, ജിൻജാൻ, അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഹലോ ഇസ് ഇറ്റ് 1166? അതായിരുന്നു പാട്ട്, അതായിരുന്നു ഡാൻസ്. അത് കഴിഞ്ഞ് പിന്നെ ഫാഷൻ ഷോ. വാ, എങ്ങനെയുണ്ടായിരുന്നു ഫാഷൻ ഷോ? നല്ലതായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. കുറച്ച് സമയം കൊണ്ട് നല്ല സ്റ്റൈല്. ഒന്ന് ഇങ്ങനെ ട്രെൻഡി, ഒന്ന് വന്നിട്ട് ഇനി ഒന്ന് പിന്നെ നമ്മുടെ ജിൻടോയോ റസ്മിൻ ബോയ്. ജിൻടോയുടെ മുടിയൊക്കെ കാണല്ലേ, നല്ല രസം. ഒരു സ്പോർട്സിലായോണ്ട് കുറച്ച് കലിപ്പ് ഫാഷൻ ഷോ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ആളിങ്ങനെയൊക്കെ മാറി ഇങ്ങനെ വന്ന് ഒരു ഫാഷൻ ഷോ ഒക്കെ നടത്തി. അതിനുശേഷം ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തു, ഒരു ഫണി ടാസ്ക്. ബിസ്ക്കറ്റ് ഇങ്ങനെ ഇടുമ്പോൾ ഏത് കപ്പിലാണോ വീഴുന്നത് ഈ ബിസ്ക്കറ്റ് കഴിക്കണം. ഈ പോയിന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ 3 ടീമായിട്ട് സ്പ്ലിറ്റ് ആവണം. ബിസ്ക്കറ്റ് ടാസ്ക് നടന്നു. അതൊരു ഫണി ടാസ്ക് ആയതുകൊണ്ട് അത് അവർക്ക് വിന്നേഴ്സിന് കിട്ടിയത് ഒരു റൗണ്ട് ഈ ബിസ്ക്കറ്റിന്റെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. അതിട്ട് ഒരു ചെയിൻ കിട്ടി. ഇറ്റ് വാസ് നൈസ് ടാസ്ക്. പിന്നെ ലേറ്റർ ഓൺ പവർ ടീമിലെ ആളെ പോരാ എന്നുള്ള ഒരു ടോക്ക് വന്നപ്പോൾ പവർ ടീമിലേക്ക് ആളെ എടുക്കാൻ 3 ടീമിൽ നിന്നും ഓരോരോ ആൾക്കാരെ ഇവരെണ്ണം. യമന, അർജുൻ, ശരണ്യായിരുന്നു അവർ ഓരോരോ ടീമിൽ നിന്നും റെപ്രസെന്റ് ചെയ്ത് വന്നത്. അതിൽ പവർ ടീം വീണ്ടും സെലക്ട് ചെയ്തത് അർജുനെയാണ്. ബിക്കോസ് ഹി മെൻഷൻ ദ വേർഡ് സ്പോർട്സ് പരമായിട്ട് എന്നുള്ളത് ടാക്ടിക്സ് ആയിട്ട് ഇവരോട് പറഞ്ഞതും അവര് അതിൽ കയറി പിടിച്ചു. സോ സ്പോർട്സ് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു സ്പോർട്സ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അർജുനെ വീണ്ടും കയറ്റി. അപ്പോ ഹൻസിബ് അവിടെ നിന്ന് ഇറങ്ങാനും അർജുൻ വീണ്ടും അവിടെ നിന്ന് കയറണം. ഈ ഫ്രണ്ട്സ് ഗ്യാങ്ങില് അന്ന് അവർ സംസാരിച്ചത് ഓർമ്മയില്ലേ, വീണ്ടും കയറിയിട്ടുണ്ട്. ലെറ്റ് സി പുതിയ പവർ ടീമും ഇതൊക്കെ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ ഗബ്രിക്ക് പാവം വിഷമമായി. ബിക്കോസ് ജാസ്മിൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കളിക്കുന്നതെന്നാണ് എല്ലാവരുടെയും പരാതി. രണ്ടുപേരും 2 ടീമിൽ ഇടണമെങ്കിൽ കൊള്ളായിരുന്നു. അത് വാലിഡ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഒരു എല്ലാവരെയും ഷഫിൾ ചെയ്യണ്ട. എപ്പോഴല്ലേ എല്ലാവരോടും കംഫർട്ടബിൾ ആവുള്ളൂ. അപ്പോൾ അത് വാലിഡ് പോയിന്റ് ആയിരുന്നു. അതിന് ഗബ്രി ഭയങ്കര മൂഡൊക്കെ അപ്സെറ്റായി, കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ കിട്ടി. നല്ല ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ല ഫുഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായി കഴിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ആഴ്ച എങ്ങനെ പോകും എന്നുള്ളതും കൂടെ കാണാം. So let's see how it goes. Keep watching Big Boss Malayalam Season 6 in Disney+ Hotstar.